കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ് കണ്ണൂരിൽ 1.5 വയസ്സുകാരൻ വിയാനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസ്. അതിൽ കഴിഞ്ഞ ദിവസം അമ്മ ശരണ്യ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. ഇതായിപ്പോൾ ശരണ്യയ്ക്കുള്ള ശിക്ഷ കോടതി വിധിക്കുകയാണ്. അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയുമാണ്. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് ഈ വിധി. കേരള മനസാക്ഷിയെ നടുക്കിയ സംഭവമാണ്. 1.5 വയസ്സുകാരൻ വിയാനെ കടലിലെറിഞ്ഞ കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മ ശരണ്യയ്ക്ക് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ജീവപര്യന്തമാണ് ശിക്ഷ. കേസിൽ ശരണ്യയുടെ ആൺ സുഹൃത്തായ 2ാം പ്രതി നിധിനെ കഴിഞ്ഞ ദിവസം കോടതി തെളിവുകളുടെ അഭാവം കാരണം വെറുതെ വിട്ടിരുന്നു. തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നു. ശിക്ഷ ജീവപര്യന്തമാണ്. നിധിനെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. പക്ഷേ അത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ശരണ്യക്കെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നു. കടൽ തീരത്തെ ഉപ്പുവെള്ളത്തിന്റെ അംശം പറ്റിയ വസ്ത്രങ്ങളും ചെരുപ്പും അടക്കമുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി. കുഞ്ഞിന് മുലപ്പാൽ നൽകിയ മണിക്കൂറുകൾക്കുള്ളിൽ ആണ് ഈ കൊലപാതകം ശരണ്യ നടത്തിയത്. ശരണ്യയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ല എന്നുള്ളതായിരുന്നു നിതിന്റെ വാദം. എന്തായാലും ശരണ്യയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷന് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞു. 2020 ഫെബ്രുവരി 17 പുലർച്ചെയാണ് നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. ഫെലിക്സ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഫെലിക്സ്, എന്താണ് ശിക്ഷാവിധി? ആര്യ, തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് 1.5 വയസ്സുകാരനായ മകനെ കടൽ ഭിത്തിയിൽ എറിഞ്ഞു കൊന്ന കേസിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചത്. കഴിഞ്ഞ ദിവസം തന്നെ ശരണ്യ കുറ്റക്കാരി എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. കോടതി വ്യക്തമാക്കിയത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാൻ കഴിയില്ല. പക്ഷേ സ്വന്തം കുഞ്ഞിനെ അമ്മ കൊന്ന കേസാണ്, അതുകൊണ്ട് ജീവപര്യന്തം തടവ് വിധിക്കുന്നു എന്നതാണ് ഈ ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട് ജഡ്ജ് വ്യക്തമാക്കിയത്. അതായത് ഈ കേസ് നടക്കുന്ന നമുക്കറിയാം 2020 ഫെബ്രുവരി 17 അന്നാണ് അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ശരണ്യ ആ ഭർത്താവുമായി എന്ന് പിണക്കത്തിലായിരുന്നു. ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതിന് ശേഷം രാത്രി കുഞ്ഞിനെ ഭർത്താവിൻ്റെ ഒപ്പം കിടത്തുന്നു. അതിനുശേഷം രാത്രി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി കടലിൽ എറിഞ്ഞ് കൊല്ലുകയാണ് ചെയ്തത്. 2 തവണ കടലിലെറിഞ്ഞു. 1 തവണ കടലിലെറിഞ്ഞു, പക്ഷേ കുഞ്ഞ് മരിച്ചില്ല. കുഞ്ഞിൻ്റെ ശബ്ദം കേട്ടു. അതിനുശേഷം തിരികെ വന്ന് വീണ്ടും കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ പ്രധാനമായും പറഞ്ഞത് വധശിക്ഷ നൽകണമെന്നതാണ്. എന്നാൽ പ്രതിഭാഗം വാദിച്ചു ഇത് അപൂർവമായ കേസായി കണക്കാക്കാൻ കഴിയില്ല, അതുകൊണ്ട് ശിക്ഷ കുറയ്ക്കണമെന്ന്. പക്ഷേ കോടതി പറഞ്ഞത് ഈ കേസിൽ ശരണ്യ കുഞ്ഞിനെ കൊല്ലുക മാത്രമല്ല ചെയ്തത്, ഈ കുറ്റം ഭർത്താവിൻ്റെ മേൽ ചുമത്താനുള്ള ശ്രമം കൂടി നടത്തി. അതായത് ഭർത്താവാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന രീതിയിൽ ചിത്രീകരിക്കാനാണ് ശരണ്യ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുന്നു എന്നതാണ് കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിധി കേട്ട സമയത്ത് ശരണ്യ കോടതിയിൽ വെച്ച് പൊട്ടിക്കരയുകയും ചെയ്തു. ഏതായാലും ഈ കേസ് നമുക്കറിയാം മനുഷ്യ മനസാക്ഷി ഞെട്ടിച്ചൊരു കേസാണ്. 1.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കൊല്ലുന്നു, അതും കടലിൽ എറിഞ്ഞു കൊല്ലുന്നു. അതിന് കാരണം ആൺ സുഹൃത്തിനൊപ്പം ജീവിക്കാൻ എന്നതാണ് ശരണ്യ തന്നെ വ്യക്തമാക്കിയത്. ആൺ സുഹൃത്തായ നിതിൻ 2ാം പ്രതിയാണ് ഈ കേസിൽ. നിതിൻ കുറ്റക്കാരനല്ല. തെളിവുകളുടെ അഭാവത്തിൽ കോടതി നിതിനെ വെറുതെ വിടുകയും ചെയ്തു. ഏതായാലും ഈ കേസിൽ കോടതിയുടെ ഭാഗത്തു നിന്നും സുപ്രധാനമായ ഒരു വിധിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരണ്യ ഇപ്പോൾ ജാമ്യത്തിലായിരുന്നു നേരത്തെ. മാത്രമല്ല മറ്റൊരു ജോലിയുമായി ചെന്നൈയിൽ ജോലി ചെയ്ത് ജീവിക്കുകയാണ്. ഇതൊക്കെ കോടതി കണക്കിലെടുത്തതുകൊണ്ടാണ് അപൂർവമായ കേസല്ല എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് വധശിക്ഷ വേണമെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിക്കാതെ ജീവപര്യന്തം തടവിന് ഇപ്പോൾ ശിക്ഷ വിധിച്ചിട്ടുള്ളത്. ശരി, ജീവപര്യന്തം ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. കേരള മനസാക്ഷിയെ ഒന്നടങ്കം ഞെട്ടിച്ച കേസിൽ 1.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ അമ്മ ശരണ്യയ്ക്ക് ജീവപര്യന്തമാണ് ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. കുഞ്ഞിനെ കൊന്നത് കടൽ ഭിത്തിയിൽ എറിഞ്ഞായിരുന്നു. അതിന്റെ തെളിവുകളൊക്കെ ഹാജരാക്കാൻ കഴിഞ്ഞിരുന്നു. ഉപ്പുവെള്ളത്തിന്റെ അംശം പറ്റിയ വസ്ത്രങ്ങളും ചെരിപ്പടക്കമുള്ള തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 2ാം പ്രതിയായ നിധിനെതിരെ തെളിവുകളുടെ അഭാവത്തിൽ നിധിനെ കഴിഞ്ഞ ദിവസം കോടതി വെറുതെ വിട്ടു. 2020 ഫെബ്രുവരി 17 നാടിനെ നടുക്കിയ ഈ സംഭവം ഉണ്ടായത്. തന്റെ ആൺ സുഹൃത്തായ നിധിനൊപ്പം ജീവിക്കുന്നതിന് തടസ്സമായ 1.5 വയസ്സുകാരൻ മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശരണ്യ ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട്. ഭർത്താവായ പ്രണവുമായി ശരണ്യ അകൽച്ചയിലായിരുന്നു. കൊലപാതകത്തിന് ശേഷം കുറ്റം ഭർത്താവിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനും ഇതിലൂടെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒരേപോലെ ഒഴിവാക്കി കാമുകനൊപ്പം പോകാൻ പദ്ധതിയിട്ടു. ഇതായിരുന്നു കേസ്. പുലർച്ചെ കുഞ്ഞുമായി കടൽ തീരത്തേക്ക് എത്തിയ ശരണ്യ ആദ്യം കുട്ടിയെ വലിച്ചെറിഞ്ഞു. എന്നാൽ കുഞ്ഞ് മരിക്കാതെ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ വീണ്ടും കുഞ്ഞിനെ എടുത്ത്
കടൽ ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞ മരണം ഉറപ്പാക്കുകയായിരുന്നു. അതിനുശേഷം വീട്ടിലെത്തി ഒന്നും അറിയാത്ത രീതിയിൽ ഉറങ്ങാൻ കിടന്ന ശരണ്യ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും തിരയുന്നതായി അഭിനയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് തെളിവെടുപ്പിനെത്തിച്ചപ്പോൾ ആണ് കാര്യങ്ങൾ മറിഞ്ഞത്. എന്തായാലും ഇപ്പോൾ നാടിനെ നടുക്കിയ ഈ കേസിൽ അമ്മയായ 1.5 വയസ്സുകാരൻ വിയാന്റെ അമ്മയായ ശരണ്യ കുറ്റക്കാരിയാണ്. കുറ്റക്കാരി മാത്രമല്ല, ജീവപര്യന്തം ശിക്ഷയും ഇപ്പോൾ ശരണ്യയ്ക്ക് വിധിച്ചിരിക്കുകയാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി.